റോണി കെ ബേബി, നിങ്ങൾ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ CPM അണികളെ ഒന്ന് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റാരുണ്ട് LDF അല്ലാതെ എന്നൊരു വാചകമൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വിജയമാണ്. അവരുടെ അണികൾക്ക് ആ ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ് അവർ ചെയ്യേണ്ടത്. അത് കൃത്യമായി ചെയ്തിരിക്കുന്നു എന്നതും അത് വിശദീകരിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നതുമാണ് അവരുടെ വിജയം. നിങ്ങൾക്കതിനൊരു മറുപടി വാചകം കൊടുക്കാൻ പറ്റിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ അണികളെ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയോ? കെ സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇന്നലെ കണ്ണൂരുണ്ടാക്കിയ ആവേശം പോലും കേരളത്തിൽ ഈ പുതുയുഗ യാത്ര കഴിഞ്ഞ് നിങ്ങളുടെ അണികൾക്കുണ്ടാക്കിയെടുക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ അത് സ്ഥാനാർത്ഥികളെ പുറത്ത് പ്രഖ്യാപിച്ച് ആ അണികളെ അവിടെ പുറത്ത് കൊണ്ടുവന്നേനെ. നിങ്ങൾക്കത് സാധിക്കുന്നില്ല. ഇപ്പൊ CPM-ന്റെ ഏറ്റവും വലിയ നേട്ടമായി ഇന്നത്തെ ഈ ചർച്ചയില് കൈരളി TV ഇവിടെ പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. എന്താണ് CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമുക്കറിയാം. ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെ കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി കുറച്ച് സമയം മതി. നിങ്ങളുടെ അവസ്ഥ പഴയതുപോലെ അല്ല. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കേരളത്തിൽ വന്നാൽ മാത്രമേ ഉള്ളൂ രക്ഷ. ഏതെക്കാളും CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പോലും 24 മണിക്കൂറും കേരളത്തിലാണ്. അദ്ദേഹം കേരളം വിട്ടു പോകുന്ന ഒരു കാഴ്ച അല്ല. നിങ്ങൾ കളിയാക്കി ഇപ്പൊ നിങ്ങളുടെ ഹൈക്കമാൻഡ് ഉൾപ്പെടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഒന്നുമല്ല. അങ്ങ് ആസാമിൽ കോൺഗ്രസിൽ എത്ര MP-മാരുണ്ട്, ജമ്മു കാശ്മീരിൽ എത്രയുണ്ട്, രാജസ്ഥാനിലുണ്ട്, പരിശോധിക്കേ. 100 സീറ്റുമായിട്ട് ഇന്ന് ലോക്സഭയിലെ താരതമ്യം ചെയ്യേണ്ടത് പഴയ അവസ്ഥയുമായിട്ടാണ്. ഇപ്പൊ നേരത്തെ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറയുന്ന കേട്ടല്ലോ, നിങ്ങൾ ബംഗാളിലെ കുറ്റം പറയുന്നു, CPM അവിടെ നിന്ന് തൂത്ത് വാരപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷെ പകരം വന്നത് ആരാണ്? നിങ്ങളാണോ? ത്രിപുരയിൽ നിങ്ങളുടെ അവസ്ഥ എന്താണിപ്പോ? ഏതൊക്കെയാലും CPM-നേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ പിന്നാലെ സഖ്യം കൂടാൻ വേണ്ടി ഓരോ CPM അവിടെ എത്രയോ കോൺഗ്രസ്സുകാരെ എതിർത്തിട്ടും നിങ്ങൾ CPM പറയുക ഞങ്ങളുമായിട്ടൊന്ന് സഖ്യം കൂട്, ഞങ്ങളോട് തീരുമാനിച്ചു. ഈ നിയമസഭാ ഇലക്ഷനില് ഞങ്ങൾക്ക് തന്നെ വലിയ നഷ്ടമായി മാറുകയാണ് അവിടെ CPM-ആയിട്ട് സഖ്യം കൂടുമ്പോൾ. കാരണം ജനങ്ങള് CPM-ഉമായിട്ട് സഖ്യം കൂടുന്നതിന്റെ പേരിൽ ഞങ്ങളെ ഇപ്പോൾ ഞങ്ങൾക്കെതിരെ തിരിയുന്ന സാഹചര്യമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ നിൽക്കുന്നത് പോലും നിങ്ങൾ CPM-ന് കൂടി. മെയ് 4-ാം തീയതി ആകുമ്പോൾ ബംഗാളിലെ സീറ്റുകളുടെ എണ്ണം വെച്ച് നമുക്ക് അതിന് മറുപടി പറയാം. അല്ല, തീർച്ചയായിട്ടും. ഏതെങ്കിലും ഇതിനു മുമ്പ് പല തെരഞ്ഞെടുപ്പ് അവിടെ കഴിഞ്ഞല്ലോ, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യം, ഇവിടെ ബഹുമാനപ്പെട്ട പ്രകാശൻ മാസ്റ്റർ അവർക്ക് ഈ കേരളത്തിൽ ആകെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, തൃശ്ശൂരിൽ കോൺഗ്രസിന് വോട്ട് കുറഞ്ഞു, അവിടെ BJP-യുടെ വോട്ട് കൂടി. ഞാൻ ബഹുമാനപ്പെട്ട പ്രകാശൻ മാസ്റ്റർ ചോദിക്കട്ടെ, അങ്ങ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടിംഗ് നില പരിശോധിച്ചിട്ടുണ്ടോ? ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടിംഗ് നില പരിശോധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പുന്നപ്ര വയലാർ ഉൾപ്പെടെ ഏതൊക്കെയാലും ഞാൻ വളരെ ബഹുമാനത്തോട് തന്നെ രക്തസാക്ഷികളോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ CPM-ന് എത്രയോ വൈകാരികമായി പ്രാധാന്യമുള്ള സ്ഥലമാണ് പുന്നപ്ര വയലാർ പോലുള്ള പഞ്ചായത്ത്. അവിടെ പോലും CPM-ന്റെ സ്ഥാനാർത്ഥി BJP-ക്ക് പുറകിൽ മൂന്നാമത് പോയത് അതൊക്കെ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞതുകൊണ്ടല്ലോ. ഒരു കാര്യം CPM, ഞാൻ ഇവിടെ കൃത്യമായി പറയുന്നത് ഒരു രാഷ്ട്രീയ ആരോപണമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ഔദ്യോഗിക രേഖ എന്നാണ് പറയുന്നത്. അല്ല, അക്കാര്യം അവർ സ്ഥിരം ചെയ്യുന്നതാണ്. അക്കാര്യം പ്രൊഫസർ റോണി കെ ബേബി അവർ സ്ഥിരം ചെയ്യുന്നതാണ്. സ്വയം വിമർശനം അവർ നടത്താറുണ്ട്. അവർ ഈ കാര്യങ്ങൾ വോട്ട് ചോർന്നിട്ടുണ്ടെങ്കിൽ അവർ അത് പഠിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് ചെയ്യാതെ അവരെ വിമർശിച്ചിട്ട് എന്താ കാര്യം? അവർ പറയുന്ന റിപ്പോർട്ട് നിങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളിത് ചെയ്യുന്ന പോലും ഇല്ലല്ലോ. നിങ്ങൾ ഈ വോട്ട് കുറഞ്ഞത് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എവിടെയൊക്കെ കുറഞ്ഞു? തൃശ്ശൂരിലെ കാര്യം നിങ്ങൾ പഠിച്ചിട്ട് റിപ്പോർട്ട് എവിടെ? ആ തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടപ്പോഴും ഈ തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ പരിശോധിക്കേ, ഞങ്ങൾ കൃത്യമായി തന്നെ കണക്കുകൾ പരിശോധിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം തൃശ്ശൂരിൽ നേടുവാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ അതൊക്കെ അവിടെ കൃത്യമായി ഞങ്ങൾക്ക് എവിടെയാണ് പാളിച്ചു പോകുന്നത്, എവിടെയാണ് വീഴ്ച പോകുന്നത്, കൃത്യമായി അത് പരിശോധിച്ച് ആ കൃത്യമായി പരിഹരിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ CPM മാത്രം ക്രെഡിറ്റ് ആണ് ഒക്കെ പരിശോധിച്ച് കൃത്യമായി വസ്തുതകൾ പഠിക്കുന്നത്. നിങ്ങൾ ഇത്തവണ പഠിച്ചിട്ട് പറഞ്ഞത് ജനുവരി ആകുമ്പോഴേക്കും, നിങ്ങൾ ഈ പറഞ്ഞ പോലെ പുതുയുഗ യാത്രയുടെ അവസാനം ആകുമ്പോഴേക്കും, അതിന് മുമ്പ് തന്നെ ജനുവരിയിൽ നിങ്ങൾ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ്. അത് കഴിഞ്ഞിട്ട് പുതുയുഗ യാത്രയുടെ അവസാനം പ്രഖ്യാപിക്കുമെന്നാണ്. ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എവിടെ മാറി? നിങ്ങളുടെ പഴയ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് വന്നത്? നാളെ
ഏതെങ്കിലും അങ്ങ് 24 മണിക്കൂർ കാത്തിരിക്കുക. നാളെ 50-60 സീറ്റുകളിലേക്കുള്ള സ്ഥാനം, കാരണം സത്യസന്ധമായി പറയുക, ഞങ്ങൾ അല്ല, അതെന്തൊരു പറച്ചിലാണ് പ്രൊഫസർ റോണി കെ ബേബി. എന്നോട് ഒരു ചാനൽ ചർച്ചയിൽ അവതാരകൻ ചോദിക്കുമ്പോൾ പറയാണ് 24 മണിക്കൂർ തരൂ, ഞാൻ നാളെ പ്രഖ്യാപിച്ച് കുറച്ച് കാണിക്കാമെന്ന്, കുറച്ചൊരു 10-60 എണ്ണം ഒക്കെ കാണിക്കാമെന്നാണ് പറയുന്നത്. അല്ല, എന്റെ ചോദ്യം അതല്ല. നിങ്ങൾ പറയുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ? നിങ്ങൾ ആ വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കും, വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എവിടെയാ വീട്? ആ കല്ലെടുത്ത് വെച്ചോ? നിങ്ങൾ ആ ഉദ്ഘാടനം ചെയ്ത ശിലാഫലകം എവിടെ? ഞങ്ങൾ സ്ഥലം മേടിച്ചിട്ട് 1 മാസം പോലും ആയിട്ടില്ല. നിങ്ങൾ അവിടെ 1.5 വർഷം സർക്കാർ മുഴുവൻ കാശും അവിടെ അക്കൗണ്ടിൽ ഇട്ടോണ്ടിരുന്നിട്ട് നിങ്ങൾ എത്ര നാളെടുത്ത് അവിടെ വീട് അപ്പൊ നിങ്ങൾക്ക് അത്രയും സമയം വേണോ ഈ കല്ല് വാങ്ങാൻ? നിങ്ങൾ അവിടെ വാങ്ങിച്ച സ്ഥലത്തേക്ക് നിങ്ങൾ ഒരു പണി സാധനങ്ങളെങ്കിലും കൊണ്ടുപോയി ഇട്ടതിന്റെ ഒരു സൂചനയെങ്കിലും ഉണ്ടോ? തെരഞ്ഞെടുപ്പ് വരികയല്ലേ, ആളുകളെ ചിത്രമെടുത്ത് കാണിക്കില്ലേ? നിങ്ങൾ അവിടെ കാണിക്കാനെങ്കിലും ഒരു ലോഡ് മണ്ണ് അവിടെ ഇറക്ക്. അതൊക്കെ ഞങ്ങൾ കൃത്യമായി ചെയ്തോളാം. വയനാട്ടിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുണ്ട്. കൃത്യമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം ഞങ്ങൾ പാലിക്കും. നിങ്ങൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പല ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ട്, എവിടെ പോയി വയനാട് ദുരിതാശ്വാസ നിധി, എവിടെ പോയി വയനാട്ടിലെ സ്ഥലം, എവിടെ പോയി കോൺഗ്രസ് പ്രവർത്തന പദ്ധതി? ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ പണം മുടക്കി തന്നെ സ്ഥലം മേടിച്ചു. ഞങ്ങൾ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു സ്ഥലം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കാത്തിരുന്നു. അവിടെയാണ് ചതവ് പറ്റിപ്പോയി. സർക്കാർ പറഞ്ഞ വാഗ്ദാനം സർക്കാർ പാലിച്ചില്ല. പിന്നെ സർക്കാർ എന്ത് വാഗ്ദാനം പാലിച്ചില്ല? നിങ്ങൾക്ക് സ്ഥലം തരാന്ന് പറഞ്ഞോ? നിങ്ങൾക്ക് സ്ഥലം തരാന്ന് എപ്പോൾ പറഞ്ഞു? നിങ്ങൾ എവിടെ അപേക്ഷിച്ചു സ്ഥലത്തിന് വേണ്ടിയിട്ട്? അതൊക്കെ അവിടെ മാറ്റി നിർത്തും. ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളോട് ഇതൊന്നും ചോദിക്കില്ലായിരുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ ആ കൃത്യമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ. ഇന്നല്ലെങ്കിൽ കൂടി നിങ്ങൾ ഇതിനു മുമ്പ് പ്രഖ്യാപിക്കാമെന്നാണ് പറഞ്ഞത്. എന്നാൽ പോലും ഇന്ന് നിങ്ങൾ 10 കൊല്ലം കഴിഞ്ഞ് ഈ LDF-നെതിരെ ശക്തമായി രംഗത്ത് വരാൻ പോകുന്ന ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് ഇന്ന് തെളിയിക്കേണ്ടത് ഇതായിരുന്നു. വിഷമിക്കണ്ട, ഞങ്ങൾ 24 മണിക്കൂറിനകം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു വിഷമവുമില്ല. ശരി ശരി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപനം.